നമസ്കാരം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്, അതിൽ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന സബ് ടോപ്പിക്കാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അവസാനത്തെ ഭാഗമാണ്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമുക്ക് ഈ ഭാഗം പൂർത്തിയാക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. വൈൽഡ് ലൈഫ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ അത് തുടങ്ങും. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു കാര്യം നമ്മുടെ ഓർമ്മയിലോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വന നയം പ്രഖ്യാപിച്ചത് 1952 അല്ലേ? എങ്ങനെയാണ് പറഞ്ഞത്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വന നയം പ്രഖ്യാപിക്കപ്പെട്ടത് 1952. ഏറ്റവും ഒടുവിലായിട്ട് ഇന്ത്യയിൽ വന നയം പ്രഖ്യാപിക്കപ്പെട്ടത് എപ്പോഴാണ്? അത് 1988 അല്ലെ? 1988 വന നയത്തെ ഫോളോ ചെയ്തുകൊണ്ടാണ് വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് 1988 വന നയം, അതിനകത്തുള്ള ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നു. ഒരു രാജ്യത്തിൻ്റെ ആകെ വനവിസ്തൃതിയിൽ 33% എന്തായിരിക്കണം? വനമായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാട് 1988 വന നയത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു പുതിയ കാഴ്ചപ്പാട് കൂടി 1988 വന നയത്തിലുണ്ട്. എന്താണ്? ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് അല്ലെ? ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് അഥവാ സംയോജിത വന പരിപാലനം എന്ന് പറയുന്ന ഒരു ആശയം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് വന്യജീവികളുടെ സംരക്ഷണത്തിനായിട്ട് നിരവധി നിയമങ്ങളുണ്ടെങ്കിലും അത് അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്താത്തത് പൊതുജനങ്ങളുടെ ശരിയായിട്ടുള്ള പിന്തുണയില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ആ നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള കാഴ്ചപ്പാടാണ് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയം 1988 വന നയത്തിൽ ഉൾക്കൊള്ളിക്കാനുള്ള കാരണം. അത് കഴിഞ്ഞിട്ട് 1995 ഈ പറഞ്ഞ 88 ദേശീയ വന നയം അനുസരിച്ചുള്ള കാഴ്ചപ്പാട് കേരള സർക്കാർ നടപ്പിലാക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ആ ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ളത് വേറെ രീതിയിലോട്ടൊന്ന് ചെറുതായിട്ട് മാറ്റി. പാർട്ടിസിപ്പേറ്ററി ഫോറസ്റ്റ് മാനേജ്മെന്റ് എന്നാക്കി. പാർട്ടിസിപ്പേറ്ററി ഫോറസ്റ്റ് മാനേജ്മെന്റ് അഥവാ പങ്കാളിത്ത വന പരിപാലനം. അപ്പോൾ പങ്കാളിത്ത വനപരിപാലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാര്യം പിടികിട്ടി കാണും. വനം, വന്യജീവി സംരക്ഷണം, ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ കൂടി എന്ത് ചെയ്യണം? ഭാഗഭാക്കാക്കണം, അവരെ കൂടി ഉൾക്കൊള്ളിക്കണം അല്ലെ? കാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് എങ്കിൽ അവിടെയുള്ള ജനങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ നിയമവും ഈ സംവിധാനങ്ങളുമൊക്കെ ശരിയായ രീതിയിൽ മുമ്പോട്ട് പോകൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഏതിനകത്തുള്ളത്? പങ്കാളിത്ത വന പരിപാലനം എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടിനകത്തുള്ളത്. അപ്പോൾ കേരളത്തില് പങ്കാളിത്ത വനപരിപാലന സംവിധാനം ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആ പ്രവർത്തിച്ചു വരുന്ന കേരളത്തിലെ പങ്കാളിത്ത വനപരിപാലന സംവിധാനം എന്ന് പറയുന്നത് ഒരു ത്രികോണ സംവിധാനമാണ് എന്ന് പറയും അല്ലെ? കേരളത്തിലെ പങ്കാളിത്ത വനപരിപാലന സംവിധാനം ഒരു ത്രികോണ സംവിധാനമാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ഘടകം മാത്രമല്ല അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് സാധ്യമാക്കുന്നത് 3 ഘടകങ്ങൾ ചേർന്നുകൊണ്ടാണ്. ഒന്ന്, സംസ്ഥാന വനം വകുപ്പ്. ഈ പറഞ്ഞ പങ്കാളിത്ത വനപരിപാലന സംവിധാനത്തിനകത്ത് ആരുണ്ട്? സംസ്ഥാന വനം വകുപ്പുണ്ട്. അതുപോലെ തന്നെ വനസംരക്ഷണ സമിതിയുണ്ട്. വനസംരക്ഷണ സമിതി എന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ടുള്ള ഒരു പ്രദേശം
അവിടെയുള്ള ഈ പറഞ്ഞ വനപ്രദേശം, ആ വനപ്രദേശവുമായി ബന്ധപ്പെട്ട് ഒരു സമിതി ഈ പറഞ്ഞ പങ്കാളിത്ത വനപരിപാലനത്തിനകത്ത് ഉണ്ട്. അപ്പോൾ സംസ്ഥാന വനംവകുപ്പുണ്ട്, വനസംരക്ഷണ സമിതിയുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ചേരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 3 യൂണിറ്റുകൾ ഒന്നിച്ച് പ്രവർത്തിച്ചാണ് പങ്കാളിത്ത വനപരിപാലന സംവിധാനത്തെ ഇപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും പങ്കാളിത്ത വനപരിപാലന സംവിധാനം എന്ന് പറയുന്നത് ഒരു ത്രികോണ സംവിധാനമാണ്. അതിനകത്ത് 3 ഘടകങ്ങളുണ്ട്. സംസ്ഥാന വനം വകുപ്പുണ്ട്, വനസംരക്ഷണ സമിതിയുണ്ട്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുണ്ട്. അല്ലെ, ഇതിന്റെ ശരിക്കുള്ള ആള് ആരാണ്? സംസ്ഥാന വനം വകുപ്പാണ്. അല്ലെ, പങ്കാളിത്ത വനപരിപാലനത്തിന് ചുമതല ആർക്കാണ്? വനം വകുപ്പിനാണ്. അതിനകത്തുള്ള ശരിക്കുള്ള ആള് സംസ്ഥാന വനം വകുപ്പാണെങ്കിലും ഈ 2 ഘടകം കൂടി ചേർന്ന് പ്രവർത്തിച്ചാണ് ഈ പറഞ്ഞ സംവിധാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അവിടെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പങ്കാളിത്ത വനപരിപാലനം പറയുമ്പോൾ അവിടെ വനസംരക്ഷണ സമിതി എന്നൊരു പോയിന്റ് നമ്മൾ പറഞ്ഞു. അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് ആദിവാസി വനാവകാശ നിയമം എന്നൊരു നിയമം പഠിച്ചു. ആദിവാസി വനാവകാശ നിയമം 2006. ആദിവാസി വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഫോറസ്റ്റ് റൈറ്റ് കമ്മിറ്റി. അല്ലെ, ആദിവാസി വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് പഠിച്ച കമ്മിറ്റിയാണ് ഏത്? ഫോറസ്റ്റ് റൈറ്റ് കമ്മിറ്റി. അല്ലെ, ആദിവാസികൾക്ക്, വനത്തിൽ കാലങ്ങളായി കഴിയുന്ന ആദിവാസികൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ വനവാസികൾക്ക് എത്ര ഭൂമി വീതം അവർക്ക് അവകാശമുണ്ട് എന്നൊക്കെ നിർണ്ണയിക്കുന്നതിന് ഗ്രാമസഭയ്ക്കാണ് അധികാരമുള്ളത്. ആ ഗ്രാമസഭകളുമായി ബന്ധപ്പെട്ടാണ് ഫോറസ്റ്റ് റൈറ്റ് കമ്മിറ്റികൾ അവിടെ ഉള്ളത്. അല്ലെ, ആ ഫോറസ്റ്റ് റൈറ്റ് കമ്മിറ്റികളും ഗ്രാമസഭയും കൂടെ ചേർന്നാണ് ഒരു വ്യക്തിക്ക്, ഒരു വനത്തിൽ താമസിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് എത്രമാത്രം കൃഷിഭൂമി നൽകണം എന്നൊക്കെ തീരുമാനിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് ഏതിലാണ്? 2006 ഏതാണ്? ആദിവാസി വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ ഇപ്പോൾ പങ്കാളിത്ത വനപരിപാലനവുമായി ബന്ധപ്പെട്ട സമിതിയാണ് ഏത്? വനസംരക്ഷണ സമിതി. അപ്പോൾ എല്ലാ വനപ്രദേശവുമായി ബന്ധപ്പെട്ടും അങ്ങനെയുള്ള സമിതികൾ ഉണ്ടായിരിക്കും. പങ്കാളിത്ത വനപരിപാലനവുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ സമിതികൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സമിതികൾക്ക് സർക്കാരിൽ നിന്ന് പലതരത്തിലുള്ള ധനസഹായവും ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു സമിതിയാണ്. സർക്കാരിന്റെ ഫണ്ടൊക്കെ കിട്ടുന്ന ഒരു സമിതിയാണ്. അപ്പൊ ആ ഫണ്ട് അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല. അപ്പൊ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു സമിതിയാണ് ഏത്? വനസംരക്ഷണ സമിതി എന്ന് പറയുന്നത്. ഈ വനസംരക്ഷണ സമിതിക്ക് അതിന് അംഗീകാരം കൊടുക്കുന്നത് ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ വനസംരക്ഷണ സമിതി ഉണ്ടാവണമെങ്കിൽ അതിന് അംഗീകാരം വേണം. ആ അംഗീകാരം കൊടുക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ DFO ആണ്. DFO എന്ന് പറഞ്ഞാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. അല്ലെ, അപ്പോൾ വനസംരക്ഷണ സമിതികളുടെ രൂപീകരണത്തിന് അംഗീകാരം നൽകേണ്ടത് ആര് എന്നുള്ളതാണ് ചോദ്യം. അത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ആണ് എന്ന് പറയണം. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. ഇനി ഏത് വനസംരക്ഷണ സമിതി ആയാലും അതിന് ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഉണ്ടായിരിക്കും. എല്ലാ വനസംരക്ഷണ സമിതികൾക്കും ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഉണ്ടായിരിക്കും. ആ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഒന്നുകിൽ ഫോറസ്റ്റർ ആയിരിക്കും, ആ ഭാഗത്തുള്ള ഒരു ഫോറസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഗാർഡ് ആയിരിക്കും. ഫോറസ്റ്റ് ഗാർഡ് അഥവാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. അല്ലെ, പുതിയ ഈ പറഞ്ഞ തസ്തിക അത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വനസംരക്ഷണ സമിതികൾക്ക് അംഗീകാരം നൽകേണ്ടത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറാണ്. വനസംരക്ഷണ സമിതികൾക്ക് ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഉണ്ടായിരിക്കും. ആ എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് പറയുന്നത് ഒന്നുകിൽ ഫോറസ്റ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഫോറസ്റ്റ് ഗാർഡ് ആയിരിക്കും, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയിരിക്കും എന്നുള്ളത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിനൊരു നിർവഹണ തലം ഉണ്ടായിരിക്കും. അതായത് വനസംരക്ഷണ സമിതിക്ക് ഒരു നിർവഹണ തലം, അല്ലെ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണഗതിയിൽ കമ്മിറ്റിയൊക്കെ പറയുമ്പോൾ കമ്മിറ്റിക്കകത്ത് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതുപോലെ വനസംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നിർവഹണ തലം അവരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അവർക്കാണ് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉള്ളത്. ആ നിർവഹണ തലത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഉണ്ട്. എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ചോദിച്ചാൽ നിയമപ്രകാരം 9 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. വനസംരക്ഷണ സമിതിയിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ, അല്ലെ, അംഗങ്ങൾ ആകെ എത്ര ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ ഈ വനസംരക്ഷണ സമിതിയിലെ മൊത്തം അംഗങ്ങളുടെ കാര്യമല്ല, നിർവഹണ തലത്തിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ചോദിച്ചാൽ
9 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. 9 അംഗങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് പറയുമ്പോൾ അതിൽ കുറഞ്ഞത് 4 പേർ എന്തുമായിരിക്കണം? വനിതകളും ആയിരിക്കണം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. വന സംരക്ഷണ സമിതി, പങ്കാളിത്ത വനപരിപാലനം, അത് നടപ്പിലാക്കേണ്ട ഒരു ത്രികോണ സംവിധാനം. ആ ത്രികോണ സംവിധാനത്തിൽ ഒരു ഘടകമാണ് ഏത്? വനസംരക്ഷണ സമിതി. ആ വനസംരക്ഷണ സമിതിക്ക് ഭയങ്കരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുള്ള ഒരു സമിതിയാണ്. ആ വനസംരക്ഷണ സമിതിക്ക് അംഗീകാരം കൊടുക്കേണ്ടത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറാണ്. ആ വനസംരക്ഷണ സമിതിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സമിതികൾക്ക് ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഉണ്ടായിരിക്കും. ആ എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് പറയുന്നത് ആ ഭാഗത്തുള്ള ഫോറസ്റ്ററോ ഫോറസ്റ്റ് ഗാർഡോ ആയിരിക്കും. ഈ വനസംരക്ഷണ സമിതിക്ക് ഒരു നിർവഹണ തലം ഉണ്ടായിരിക്കും, ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും. ആ എക്സിക്യൂട്ടീവിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം? 9 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ആ 9 അംഗങ്ങളിൽ 4 പേർ വനിതയും ആയിരിക്കണം. ശരി, ഇനി ഈ പറഞ്ഞ വന സംരക്ഷണ സമിതിയിലെ നിർവഹണ തലത്തിലെ 9 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു പൊതുയോഗം വിളിക്കും. പലതായിട്ട് തിരിച്ച് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആ പൊതുയോഗത്തിൽ വരുന്ന ആൾക്കാരെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 9 അംഗങ്ങളെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞല്ലോ. ആ തെരഞ്ഞെടുപ്പിന് ഈ പറഞ്ഞ നേതൃത്വം കൊടുക്കാനായിട്ട് സ്ഥലത്തുള്ള റേഞ്ച് ഓഫീസർ എന്ത് ചെയ്തിരിക്കും? ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കണം. ഇനി ഈ പറഞ്ഞ 9 അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ 9 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യണം. സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ആരുടെ മുമ്പിലാണ് എന്നൊരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് റേഞ്ച് ഓഫീസറുടെ മുമ്പിലാണ്. അപ്പോൾ വനസംരക്ഷണ സമിതിയുടെ നിർവഹണ തലം, ആ നിർവഹണ തലത്തിൽ 9 അംഗങ്ങൾ, അതിൽ 4 പേർ വനിതകളായിരിക്കണം. ആ പറഞ്ഞ 9 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പൊതുയോഗം വിളിച്ചിട്ടാണ്. ആ പൊതുയോഗം വിളിച്ച് ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ സ്ഥലത്തുള്ള റേഞ്ച് ഓഫീസർ സന്നിഹിതനായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് അംഗങ്ങളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ അംഗങ്ങൾ ആരുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് ചോദിച്ചാൽ റേഞ്ച് ഓഫീസറിന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യും. അല്ലെ? വനസംരക്ഷണ സമിതികൾക്ക് അംഗീകാരം നൽകേണ്ടത്, അവർക്ക് അംഗീകാരം നൽകേണ്ടത് DFO ആണ്. വനസംരക്ഷണ സമിതിയിലെ നിർവഹണ തലത്തിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് റേഞ്ച് ഓഫീസറിന്റെ മുമ്പിലാണ്. വനസംരക്ഷണ സമിതിയുടെ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് പറയുന്നത് ഫോറസ്റ്റർ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഗാർഡ് ആയിരിക്കും. അല്ലെ? അപ്പൊ ഇതെല്ലാം വ്യത്യസ്തമാണ്. ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ചോദിക്കും. ഇവിടെ നമുക്ക് 5 ചോദ്യമാണുള്ളത്. അതിലെ ഒരു ചോദ്യം വരുന്ന ഏരിയയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടുക്കി ഒതുക്കി ഒന്ന് പഠിച്ചാൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ നിർവഹണ തലം, അതിനൊരു കാലാവധിയുണ്ട്. ആ കാലാവധി എത്ര കൊല്ലം എന്ന് ചോദിച്ചാൽ കാലാവധി 2 വർഷമാണ്. ആ നിർവഹണ തലത്തിൽ 9 അംഗങ്ങളുണ്ട്. ആ നിർവഹണ തലത്തിന്റെ കാലാവധി, ഓരോ അംഗങ്ങളുടെയും കാലാവധി എത്ര കൊല്ലം എന്ന് ചോദിച്ചാൽ കാലാവധി 2 വർഷമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നിർവഹണ തലം 9 അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ യോഗമൊക്കെ നടക്കുമ്പോൾ അതിനകത്തൊരു കോറം പറഞ്ഞിട്ടുണ്ട്. ഇത്ര അംഗങ്ങൾ അവിടെ ഇല്ല എങ്കിൽ ആ യോഗം നടക്കത്തില്ല. അപ്പൊ അതിനൊരു കോറം പറഞ്ഞിട്ടുണ്ട്. ആ കോറം എന്ന് പറയുന്നത് 3/1 എന്ന് പറഞ്ഞാൽ 9 അംഗങ്ങളാണ് സമിതിയിലുള്ളത്. 3 അംഗങ്ങളെങ്കിലും എന്ത് ചെയ്തിരിക്കണം? ഉണ്ടായിരിക്കണം. എങ്കിലേ യോഗം ചേരാനായിട്ട് പറ്റൂ. ഇനി അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വനസംരക്ഷണ സമിതികളെ പിരിച്ചുവിടാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. വനസംരക്ഷണ സമിതിയെ പിരിച്ചുവിടാനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ പിരിച്ചുവിടാനായിട്ട് കഴിയും. ആര് പിരിച്ചുവിടും? വനസംരക്ഷണ സമിതികൾക്ക് അംഗീകാരം കൊടുത്തത് ആരാ? ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. അദ്ദേഹം തന്നെ അതിനെ എന്ത് ചെയ്യുകയും ചെയ്യും? പിരിച്ചുവിടുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയോ കെടുകാര്യസ്ഥതയോ ഉണ്ട് എങ്കിൽ DFO വനസംരക്ഷണ സമിതി എന്ത് ചെയ്യുകയും ചെയ്യും? പിരിച്ചുവിടുകയും ചെയ്യും. അപ്പോൾ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കെന്ന് ചോദിച്ചാൽ ആർക്കാണ്? DFOയ്ക്കാണ് എന്ന് പറയണം. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പൊതുയോഗം എന്ന് പറഞ്ഞു അല്ലെ? വനസംരക്ഷണ സമിതിയുടെ പൊതുയോഗം. ആ പൊതുയോഗം നടക്കുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഹാജർ ഉണ്ടായിരിക്കണം. വനസംരക്ഷണ സമിതിയിലെ അംഗങ്ങളുണ്ട്. വനസംരക്ഷണ സമിതിയുടെ നിർവഹണ തലത്തിലാണ് 9 അംഗങ്ങൾ. അല്ലാതെ വനസംരക്ഷണ സമിതിയിൽ അംഗങ്ങളുണ്ട്. ആ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ആ അംഗങ്ങൾ ഈ പറഞ്ഞ പൊതുയോഗത്തിൽ പങ്കെടുക്കേണ്ടത് മൊത്തം ഈ പറഞ്ഞ എത്രയാണ് ഈ പറഞ്ഞ അതിനകത്ത് അംഗങ്ങളുള്ളത്? അതിൻ്റെ 3/1, ആകെ അംഗങ്ങളുടെ 3/1 പൊതുയോഗം നടക്കുമ്പോൾ ഹാജരായിരിക്കണം. അങ്ങനെ ഹാജരായിരിക്കണം എന്ന് പറയുമ്പോൾ ഈ ഹാജർ ആരെങ്കിലും എടുക്കണ്ടേ? അല്ലെ? ഇത്ര അംഗങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഹാജർ ആരെങ്കിലും എടുക്കണ്ടേ? ആരെടുക്കും? എക്സിക്യൂട്ടീവ് സെക്രട്ടറി എടുക്കും. എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് പറഞ്ഞ ആരാണ്? വനസംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് പറയുന്നത്
ഫോറസ്റ്റർ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഗാർഡാണ്. അപ്പൊ അദ്ദേഹം വേണം ഈ പറഞ്ഞ എന്ത് ചെയ്യാൻ, ഇതിന്റെ ഈ പറഞ്ഞ ഹാജർ എടുക്കാൻ എന്നുള്ളത് ശ്രദ്ധിച്ച് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്തുനിന്ന് ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് ഞാൻ അത് ഒന്നുകൂടെ പറയാം. വന സംരക്ഷണ സമിതി പ്രാദേശിക തലത്തിൽ വനവുമായി ബന്ധപ്പെട്ടുള്ള സമിതികളാണ്. വന സംരക്ഷണ സമിതിക്ക് അംഗീകാരം കൊടുക്കുന്നത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറാണ്, DFO ആണ്. വന സംരക്ഷണ സമിതിക്ക് ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഉണ്ടായിരിക്കും. അത് ഫോറസ്റ്ററോ ഫോറസ്റ്റ് ഗാർഡോ ആയിരിക്കും. വനസംരക്ഷണ സമിതിക്ക് ഒരു നിർവഹണ തലം ഉണ്ടായിരിക്കും. ആ നിർവഹണ തലത്തിൽ 9 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ആ 9 അംഗങ്ങളിൽ 4 പേർ വനിതകളായിരിക്കണം. ഈ നിർവഹണ തലത്തിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പൊതുയോഗം വിളിച്ചിട്ടാണ് ഈ പറഞ്ഞ തിരഞ്ഞെടുക്കുന്നത്. ആ നിർവഹണ തലത്തിലോട്ടുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന പൊതുയോഗം നടക്കുമ്പോൾ അവിടെ റേഞ്ച് ഓഫീസർ സന്നിഹിതനായിരിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ സത്യപ്രതിജ്ഞ ചെയ്യണം. ആരുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യണം? റേഞ്ച് ഓഫീസറിന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യണം. ഇനി അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ഒരു കാര്യം, ഇതിന്റെ കോറം, വനസംരക്ഷണ സമിതിയുടെ നിർവഹണ തലം യോഗം ചേരുമ്പോൾ ഒരു കോറം പറഞ്ഞിട്ടുണ്ട്. കോറം എന്ന് പറയുന്നത് 3/1. അതായത് 9ന്റെ 3/1. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി അവിടെ ശ്രദ്ധിച്ചോണം, ഞാനത് പറഞ്ഞില്ല. ഈ വനസംരക്ഷണ സമിതിയിൽ നിർവഹണ തലത്തിൽ 9 അംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ 9 അംഗങ്ങൾ കൂടാതെ അതിനകത്ത് എക്സ്-ഒഫീഷ്യോ അംഗങ്ങളും ഉണ്ട്. 9 അംഗങ്ങൾ കൂടാതെ അതിനകത്ത് എക്സ്-ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. ഈ എക്സ്-ഒഫീഷ്യോ അംഗം എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു പഞ്ചായത്ത് മെമ്പർ, ആ പറഞ്ഞ സ്ഥലത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ അതിനകത്ത് എക്സ്-ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥൻ, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥൻ ഇതിനകത്ത് എക്സ്-ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഫോറസ്റ്റർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോറസ്റ്റ് ഗാർഡ് എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് സെക്രട്ടറി, അദ്ദേഹം ഈ പറഞ്ഞ നിർവഹണ തലത്തിലെ എക്സ്-ഒഫീഷ്യോ അംഗവും ആയിരിക്കും. അപ്പോൾ നിർവഹണ തലത്തിൽ 9 അംഗങ്ങൾ മാത്രമല്ല, അതിനെ കൂടാതെ എക്സ്-ഒഫീഷ്യോ അംഗങ്ങൾ കൂടിയുണ്ട്. എക്സ്-ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് പൊതുയോഗം വിളിക്കുമ്പോൾ പൊതുയോഗത്തിന്റെ ഹാജർ നില എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 3/1 ആയിരിക്കണം. അതായത് വനസംരക്ഷണ സമിതിയിൽ മൊത്തം എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളുടെ 3/1 ഈ പറഞ്ഞ പങ്കെടുത്തിരിക്കണം. ആ ഹാജർ രേഖപ്പെടുത്താനുള്ള അധികാരം ആർക്കെന്ന് ചോദിച്ചാൽ വനസംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്കാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക. അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തോട്ട് വരാം. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്. സംസ്ഥാന വനവികസന ഏജൻസി, സംസ്ഥാന വനവികസന ഏജൻസി, സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസി, സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസി, സംസ്ഥാന വനവികസന ഏജൻസി അല്ലെ. പങ്കാളിത്ത വനപരിപാലനം നടപ്പിലാക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് തീർച്ചയായിട്ടും ആര് തന്നെയാണ്? വന വകുപ്പ് തന്നെയാണ്. വനം വകുപ്പ് മാത്രമല്ല മറ്റു ഘടകങ്ങളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആര് തന്നെയാണ്? സംസ്ഥാന വനം വകുപ്പ് തന്നെയാണ് അല്ലെ. അപ്പോ സംസ്ഥാന വനവികസന ഏജൻസി എന്ന് പറയുന്നത് പങ്കാളിത്ത വനപരിപാലനം നടപ്പിലാക്കുന്ന ഏജൻസികളിൽ ഏറ്റവും ഉയർന്ന ഏജൻസിയാണ്. പങ്കാളിത്ത വനപരിപാലനം നടപ്പിലാക്കുന്ന ഏജൻസികളിൽ ഏറ്റവും ഉയർന്ന ഏജൻസി എന്ന് ചോദിച്ചാൽ സംസ്ഥാന വനവികസന ഏജൻസിയാണ്. ഈ സംസ്ഥാന വനവികസന ഏജൻസിയുടെ അധ്യക്ഷൻ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ വനം വകുപ്പ് മേധാവിയാണ്. അധ്യക്ഷൻ ആരായിരിക്കും? വനം വകുപ്പ് മേധാവിയാണ്. അതായത് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സസ് അല്ലെ. വനം വകുപ്പ് മേധാവിയെ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്, പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സസ്. അഥവാ വനം വകുപ്പ് മേധാവിയാണ് സംസ്ഥാന വനവികസന ഏജൻസിയുടെ അധ്യക്ഷൻ അല്ലെ. ഇപ്പോ ഈ പറഞ്ഞ സംസ്ഥാന വനം വകുപ്പ് മേധാവി അധ്യക്ഷൻ ആരാണ്? രാജേഷ് രവീന്ദ്രൻ IAFS. ആരാണ്? രാജേഷ് രവീന്ദ്രൻ IAFS. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അത് മനസ്സിലാക്കി വെക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോ സംസ്ഥാന വനം വകുപ്പ് മേധാവി ആരെന്ന് ചോദിച്ചാൽ രാജേഷ് രവീന്ദ്രനാണ്. അപ്പോ പങ്കാളിത്ത വനപരിപാലനം നടപ്പിലാക്കുന്ന യൂണിറ്റുകളിൽ ഏറ്റവും സുപ്രധാന യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ സംസ്ഥാന വനവികസന ഏജൻസിയാണ്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് വനം വകുപ്പ് മേധാവി ആയിരിക്കും. സംസ്ഥാന വനവികസന ഏജൻസി എന്ന് പറയുന്നത് ഒരു വലിയ സമിതിയാണ്.
അതിന് കീഴിൽ ഒരുപാട് ഈ പറഞ്ഞ വനവികസന ഏജൻസികൾ ഉണ്ടായിരിക്കും. എത്ര വനവികസന ഏജൻസി ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ 36 വനവികസന ഏജൻസി ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ വനവികസന ഏജൻസികളുടെ അധ്യക്ഷൻ ആരെ എന്ന് ചോദിച്ചാൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ്. ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ് അല്ലെ. പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത് വനം വകുപ്പ് മേധാവി. അദ്ദേഹമാണ് സംസ്ഥാന വനവികസന ഏജൻസിയുടെ അധ്യക്ഷൻ. ശരി, അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം, ചോദ്യം പ്രതീക്ഷിച്ചോണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമുക്കറിയാവുന്ന കാര്യമാണ് മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം എപ്പോഴും പത്രത്തില് വാർത്തയാണ് അല്ലെ. അപ്പോൾ പലരും ഈ പറഞ്ഞ വന്യജീവികളുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. ചിലർ മരണപ്പെടുന്നു, ചിലർക്ക് അംഗഭംഗം സംഭവിക്കുന്നു, ചിലർക്ക് വിളനാശം സംഭവിക്കുന്നു, പന്നിയോ അല്ലെങ്കിൽ ആനയോ ഈ പറഞ്ഞ വിളകളെ നശിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് നഷ്ടം മനുഷ്യന് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനെന്താണ് ഈ പറഞ്ഞൊരു കോമ്പൻസേഷൻ സർക്കാർ കൊടുക്കും അല്ലെ. വന്യജീവികളുടെ ആക്രമണത്തിൽ അപകടപ്പെട്ടാൽ അല്ലെങ്കിൽ പരിക്ക് പറ്റിയാൽ, അംഗഭംഗം പറ്റിയാൽ, മരണപ്പെട്ടാൽ, വിളനാശം സംഭവിച്ചാൽ, വീട് നഷ്ടം ഉണ്ടായാൽ അതിന് ഈ പറഞ്ഞ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യും? നഷ്ടപരിഹാരം കൊടുക്കും. അതുമായി ബന്ധപ്പെട്ട് 1980 കേരള സർക്കാർ ഒരു റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. ആ റൂളാണ് റൂൾസ് ഫോർ കോമ്പൻസേഷൻ ടു ദി വിക്ടിംസ് ഓഫ് വൈൽഡ് അറ്റാക്ക്. ടു ദി വിക്ടിംസ് ഓഫ് വൈൽഡ് അറ്റാക്ക് അല്ലെ. വന്യജീവികളുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് എന്താണ്? നഷ്ടപരിഹാരം നൽകും. അതുമായി ബന്ധപ്പെട്ട റൂൾസ് ആണ് 1980 റൂൾസ് ഫോർ കോമ്പൻസേഷൻ ടു ദി വിക്ടിംസ് ഓഫ് വൈൽഡ് അറ്റാക്ക്. അത് പ്രകാരം ഒരാൾക്ക് വിളനാശം സംഭവിച്ചാൽ, വീട് നഷ്ടപ്പെട്ടാൽ, കന്നുകാലികളെ നഷ്ടപ്പെട്ടാൽ പരമാവധി 75,000 രൂപ നഷ്ടപരിഹാരം ലഭിക്കും അല്ലെ. വന്യജീവികളുടെ ആക്രമണം കാരണം ഒരാളുടെ വിള നശിച്ചാൽ, വീട് നഷ്ടപ്പെട്ടാൽ, കന്നുകാലികൾ വല്ലതും നഷ്ടപ്പെട്ടാൽ, പുലി പിടിച്ചുകൊണ്ട് പോകും ചിലപ്പോൾ കന്നുകാലികളെ, അങ്ങനെ വല്ലതും നഷ്ടപ്പെട്ടാൽ പരമാവധി നഷ്ടപരിഹാരം എത്ര രൂപ വരെ കിട്ടാം? 75,000 രൂപ വരെ കിട്ടാം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വന്യജീവികളുടെ ആക്രമണം കാരണം അംഗഭംഗം സംഭവിച്ചാൽ, ഏതെങ്കിലും തരത്തിലുള്ള അംഗഭംഗം വ്യക്തിക്ക് സംഭവിച്ചാൽ അതിനുള്ള കോമ്പൻസേഷൻ എന്ന് പറയുന്നതും എത്രയാണ്? 75,000 രൂപയാണ്. 75,000 രൂപയാണ്. ഇനി മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ അയാൾക്ക് 3 ലക്ഷം രൂപ കിട്ടും അല്ലെ. 3 ലക്ഷം രൂപ കിട്ടും. ചെറിയൊരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ 3 ലക്ഷം രൂപ വരെ കിട്ടും. അംഗഭംഗമാണെങ്കിൽ 75,000 കിട്ടുള്ളൂ. വിളനഷ്ടം വന്നാൽ 75,000 കിട്ടൂ. വീട് നഷ്ടം വന്നാൽ 75,000 കിട്ടൂ. കന്നുകാലികൾ നഷ്ടപ്പെട്ട 75,000 കിട്ടൂ. അംഗഭംഗം വന്നാൽ 75,000 കിട്ടും. പക്ഷേ മരണം സംഭവിച്ചാൽ ആർക്ക് കിട്ടും? 3 ലക്ഷം രൂപ കിട്ടും. ആർക്ക് കിട്ടും? അവകാശികൾക്ക് കിട്ടും. മരിച്ചയാൾക്ക് കിട്ടാൻ ഈ പറഞ്ഞ നിവർത്തിയില്ല. അപ്പൊ അതുകൊണ്ട് അവകാശികൾക്ക് 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം കിട്ടും. മരണം പാമ്പ് കടി കാരണമാണ് എങ്കിൽ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയായിരിക്കും. 1 ലക്ഷം രൂപയായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏതുമായി ബന്ധപ്പെട്ടുള്ളതാണ്? അത് റൂൾസ് ഫോർ കോമ്പൻസേഷൻ ടു ദി വിക്ടിംസ് ഓഫ് വൈൽഡ് അറ്റാക്ക് 1980. ഇത് ഇപ്പോഴും ഈ പറഞ്ഞ പല സ്ഥലത്തും കോട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഞാൻ ഇവിടെ വച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ രീതിയിലുള്ള നഷ്ടപരിഹാരമല്ല വ്യക്തികൾക്ക് കിട്ടുന്നത്. 2018 പുതിയ ഒരു ഉത്തരവുണ്ട്. അതായത് ഈ പറഞ്ഞ വന്യജീവികളുടെ ആക്രമണം അതുമൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരം, ഒരു കോമ്പൻസേഷൻ എന്ന് പറയുന്നത് പുതിയ ഉത്തരവ് പ്രകാരം ഇതെല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും പരീക്ഷയ്ക്ക് ഈ പറഞ്ഞ പഴയ കാര്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ പരീക്ഷ നടന്നപ്പോൾ ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. 1980 റൂൾസ് ഫോർ കോമ്പൻസേഷൻ ടു ദി വിക്ടിംസ് ഓഫ് വൈൽഡ് അറ്റാക്ക് പ്രകാരം വിളനാശം സംഭവിച്ചാൽ കിട്ടുന്ന നഷ്ടപരിഹാരം, മരണം സംഭവിച്ചാൽ കിട്ടുന്ന നഷ്ടപരിഹാരം, അംഗവൈകല്യം സംഭവിച്ചാൽ കിട്ടുന്ന നഷ്ടപരിഹാരം എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പാമ്പ് കടിയേറ്റ് മരിച്ചാൽ കിട്ടുന്ന നഷ്ടപരിഹാരം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ വന്യജീവിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടാൽ 3 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, കടന്നൽ കുത്തിയാണ് മരിച്ചതെങ്കിൽ, തേനീച്ച കുത്തിയാണ് മരിച്ചതെങ്കിൽ, കടന്നലോ തേനീച്ച കുത്തിയോ ആണ് മരിച്ചതെങ്കിൽ 5 പൈസ കിട്ടത്തില്ല. മനസ്സിലായില്ല? അത് വന്യജീവിയായിട്ട് കണ്ടിട്ടില്ല. ഈ വന്യജീവിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടവർക്ക് ഇത്ര രൂപ കിട്ടുമെന്ന് പറയുമ്പോൾ കടന്നലിന്റെ ആക്രമണം മൂലമുള്ള മരണം അല്ലെങ്കിൽ തേനീച്ചയുടെ ആക്രമണം മൂലമുള്ള മരണം അതിനെന്തില്ല, അതിന് നഷ്ടപരിഹാരമില്ല എന്നാണ് ഈ പറഞ്ഞ റൂളിനകത്ത് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് 2018 പുതിയ ഉത്തരവ് പ്രകാരം മരണം സംഭവിച്ചാൽ, വന്യജീവികളുടെ ആക്രമണം
അതുവഴി മരണം സംഭവിച്ചാൽ ഈ പറഞ്ഞ മരണപ്പെട്ട ആളുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ എന്ത് കിട്ടും? നഷ്ടപരിഹാരം കിട്ടും. നേരത്തെ അത് 3 ലക്ഷം എന്നുള്ളത് ഇപ്പോൾ എത്രയായിട്ട് കൂട്ടിയിട്ടുണ്ട്? 10 ലക്ഷമായിട്ട് കൂട്ടിയിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ അത് 15 ലക്ഷമാണ്. അതുപോലെ എവിടെയും കൂട്ടണമെന്ന് മുറവിളിയുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ എത്ര ലക്ഷമാണ് കൊടുക്കുന്നത്? 10 ലക്ഷം 2018 ഉത്തരവ് പ്രകാരം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് പരുക്ക് പറ്റിയാലോ? പരുക്ക് പറ്റിയാൽ ഈ പറഞ്ഞ 1 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കും. 2018 ഉത്തരവ് 1 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കും. മറ്റത് ഭംഗം സംഭവിച്ചു കഴിഞ്ഞാൽ പരമാവധി 75,000 കിട്ടുള്ളൂ. ഇവിടെ പരുക്ക് പറ്റിയാൽ 1 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് പാമ്പ് കടിയേറ്റാണ് മരണമെങ്കിൽ 2018 പുതിയ ഉത്തരവ് പ്രകാരം അത് 4 ലക്ഷം രൂപ വരെ ലഭിക്കും. എത്രയാണ്? പാമ്പ് കടിയേറ്റാണ് മരണമെങ്കിൽ 4 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ആശ്രിതർക്ക് ലഭിക്കും. അതേസമയം 1980 ആ റൂള് പ്രകാരമാണെങ്കിൽ 1 ലക്ഷം രൂപയെ കിട്ടൂ. പാമ്പ് കടിയേറ്റാണ് മരിക്കുന്നതെങ്കിൽ 1 ലക്ഷം രൂപ വരെ കിട്ടുള്ളൂ. അത് വനത്തിനകത്ത് വെച്ചിട്ട് പാമ്പ് കടിയേറ്റ് മരിച്ചാൽ അത് കിട്ടത്തുമില്ല. എന്തിനാണ് നീ ഈ പറഞ്ഞ പാമ്പിന്റെ മാളത്തിൽ പോയി കാലിട്ടിട്ട് ഈ പറഞ്ഞ കൊത്തു വാങ്ങിച്ചിട്ട് മരിക്കുന്നത്? അത് ആത്മഹത്യയാണ്. അതിന് ഈ പറഞ്ഞ എന്തില്ല? നഷ്ടപരിഹാരമില്ല. വനത്തിന് വെളിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ചാലാണ് എത്ര രൂപ കിട്ടുന്നത്? 1 ലക്ഷം രൂപ മറ്റേ റൂൾസ് പ്രകാരം കിട്ടുന്നത്. ഇവിടെ ഇപ്പൊ അത് കൂട്ടിയിട്ടുണ്ട്. എത്രയായിട്ടുണ്ട്? 2018 കണക്കനുസരിച്ച് അത് 4 ലക്ഷമായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമ്മൾ നേരത്തെ പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്ന ഒരു പദ്ധതി പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. പ്രോജക്ട് ടൈഗർ 1973 ഏപ്രിൽ 1 നിലവിൽ വന്ന ഒരു പരിപാടിയാണ്. ഏത്? പ്രോജക്ട് ടൈഗർ കടുവ പദ്ധതി. കടുവകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞ സമയത്ത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് പ്രോജക്ട് ടൈഗർ പദ്ധതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ആദ്യം വന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ്, അല്ലെ? അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പദ്ധതിയുണ്ട്, പ്രോജക്ട് ലയൺ. പ്രോജക്ട് ലയൺ എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. 2020 പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ് പ്രോജക്ട് ലയൺ, അല്ലെ? അത് എന്താണ്? സിംഹങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രോജക്ട് ലയൺ. 2020 സ്വാതന്ത്ര്യ ദിനം. 2020 സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് പ്രോജക്ട് ലയൺ. അത് അതേപോലെ തന്നെ ചോദിക്കും, 2020 സ്വാതന്ത്ര്യ ദിനത്തിൽ ഏത് പദ്ധതിയാണ് പ്രധാനമന്ത്രി എന്ത് ചെയ്തത്? അനൗൺസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അത് പ്രോജക്ട് ലയൺ എന്ന് പറയുന്ന പദ്ധതിയാണ്. പ്രോജക്ട് ലയൺ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ ഗിർ വനം. വേറൊരു വനത്തിലും നടപ്പിലാക്കിയിട്ട് കാര്യമില്ല. ഗുജറാത്തിലെ ഗിർ വനത്തിൽ മാത്രമേ എന്തുള്ളൂ? സിംഹങ്ങളുള്ളൂ. അപ്പോൾ ഗുജറാത്തിലെ ഗിർ വനത്തിലാണ് പ്രോജക്ട് ലയൺ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പറഞ്ഞ സിംഹങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏഷ്യാറ്റിക് സിംഹങ്ങളാണ്. നമ്മുടെ സിംഹങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഏഷ്യാറ്റിക് സിംഹമാണ്, അല്ലെ? ഏഷ്യാറ്റിക് സിംഹം അത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ മാത്രമേ എന്തുള്ളൂ? ഏഷ്യാറ്റിക് സിംഹമുള്ളൂ. അതായത് ഇന്ത്യയിലെ എൻഡമിക് സ്പീഷീസ് ആണ് ഏഷ്യാറ്റിക് സിംഹങ്ങൾ. അത് വേറൊരു രാജ്യത്തും ഇല്ല. അപ്പോൾ ഇന്ത്യയിൽ മാത്രമുള്ള ഏഷ്യാറ്റിക് സിംഹങ്ങൾ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 2020 സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രോജക്ട് ലയൺ. അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഗുജറാത്തിലെ ഗിർ വനത്തിലാണ്. ഏഷ്യാറ്റിക് സിംഹങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന സിംഹങ്ങളാണ് എന്നുള്ളത് ഓർക്കുക. ആ ഏഷ്യാറ്റിക് സിംഹങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് എന്ന് ചോദിച്ചാൽ പാന്തേരോ ലിയോപെർസിക്ക. പാന്തേരോ ലിയോപെർസിക്ക എന്നുള്ളതാണ് ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ ശാസ്ത്രീയ നാമം, അല്ലെ? പാന്തേരോ ലിയ എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. കൃത്യമായിട്ട് പറയണം, പാന്തേരോ ലിയോപെർസിക്ക. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ പറഞ്ഞ ഏഷ്യൻ സിംഹങ്ങൾ IUCN സ്റ്റാറ്റസ് എങ്ങനെയാണ്? IUCN എന്നുള്ളത് നമുക്കറിയാം, ചുവന്ന വിവരങ്ങളുടെ പുസ്തകം, അല്ലെ? അങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട് എന്നറിയാം. അതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഏഷ്യാറ്റിക് സിംഹങ്ങൾ IUCN സ്റ്റാറ്റസ് പ്രകാരം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നു. നമ്മൾ പലതരത്തിൽ ഈ പറഞ്ഞ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ തരംതിരിക്കാറുണ്ട്. അത് ഈ പറഞ്ഞ ലീസ്റ്റ് കൺസേൺ, വൾണറബിൾ, എൻഡാഞ്ചേർഡ്, ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ്, അങ്ങനെ പലതരത്തിൽ തരംതിരിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ ഏഷ്യൻ സിംഹങ്ങൾ IUCN സ്റ്റാറ്റസിൽ ഏത് തലത്തിൽ വരുന്നു എന്ന് ചോദിച്ചാൽ എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് സൈറ്റ്സ് അനുബന്ധം
സൈറ്റ്സ് അനുബന്ധം. സൈറ്റ്സ് അനുബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളത് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. വേറൊരു ക്ലാസ്സിൽ നമ്മളത് പഠിക്കും. സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കരാറാണ്, വന്യജീവികളുമായി ബന്ധപ്പെട്ട ഒരു അന്താരാഷ്ട്ര കരാറാണ് ഈ പറഞ്ഞ സൈറ്റ്സ് എന്ന് പറയുന്ന കരാർ. ആ സൈറ്റ്സ് കരാറിൽ 3 ഈ പറഞ്ഞ അനുബന്ധങ്ങൾ, നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത് പോലെ 3 അനുബന്ധങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ അനുബന്ധത്തിൽ പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെയാണ് സൈറ്റ്സിന്റെ അനുബന്ധം 1 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ സൈറ്റ്സ് ഈ പറഞ്ഞ സൈറ്റ്സിന്റെ ആ കരാർ അനുസരിച്ച് സൈറ്റ്സിന്റെ അനുബന്ധം 1, 2, 3 എന്നിങ്ങനെ 3 അനുബന്ധങ്ങളുണ്ട്. അതിൽ ഏത് അനുബന്ധത്തിലാണ് ഏഷ്യൻ സിംഹങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചാൽ അനുബന്ധം 1 അല്ലെ. ഏഷ്യാറ്റിക് സിംഹങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളാണ്. അപ്പൊ അത് ഈ പറഞ്ഞ സൈറ്റ്സിന്റെ അനുബന്ധം 1. IUCN സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എൻഡാഞ്ചേർഡ്. ഇനി അത് കഴിഞ്ഞിട്ട് വന്യജീവി സംരക്ഷണ നിയമം ഷെഡ്യൂള് 1 വരും. ഏഷ്യാറ്റിക് സിംഹങ്ങൾ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂള് 1 വരും അല്ലെ. വന്യജീവി സംരക്ഷണ നിയമത്തിൽ 4 ഷെഡ്യൂളുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഷെഡ്യൂൾ 1 വരുന്ന ജീവജാലങ്ങൾ ഏതൊക്കെയാണ്? വളരെയധികം ശ്രദ്ധിക്കേണ്ട ജീവജാലങ്ങൾ, വംശനാശ ഭീഷണി കാരണം വളരെയധികം ശ്രദ്ധിക്കേണ്ട ജീവജാലങ്ങളെയാണ് ഈ പറഞ്ഞ ഷെഡ്യൂൾ 1 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതേസമയം അത്രയ്ക്ക് ശ്രദ്ധ വേണ്ടാത്തതിനെയാണ് ഷെഡ്യൂൾ 2 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമം ഷെഡ്യൂൾ 1, സൈറ്റ്സ് അനുബന്ധം 1, IUCNന്റെ സ്റ്റാറ്റസ് എൻഡാഞ്ചേർഡ് എന്നീ വിഭാഗങ്ങളിൽ വരുന്ന ജീവിയാണ് ഏത്? ഏഷ്യൻ സിംഹം. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രോജക്ട് ലയൺ എന്ന് പറയുന്ന ഒരു പദ്ധതി രാജ്യത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഗുജറാത്തിലെ ഗിർവനത്തിലാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അത് 2020 സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഏഷ്യൻ സിംഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു വന്യജീവി സങ്കേതം കൂടി നിങ്ങളുടെ മനസ്സിൽ വേണം. ബർദ വന്യജീവി സങ്കേതം. ബർദ വന്യജീവി സങ്കേതം എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിൽ തന്നെയാണ്. ഈ പറഞ്ഞ ഗിർവനമുണ്ടല്ലോ, ഗിർവനത്തിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു വന്യജീവി സങ്കേതമാണ് ബർദ വന്യജീവി സങ്കേതം. ഗിർവനത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ സിംഹങ്ങളുടെ പോപ്പുലേഷൻ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും സിംഹങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഈ പറഞ്ഞ ഗുജറാത്തിലെ ഗിർവനത്തിനില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഈ പറഞ്ഞ സിംഹങ്ങളെ ബർദ വന്യജീവി സങ്കേതത്തിലോട്ട് മാറ്റുകയാണ്. അവിടെ ഈ പറഞ്ഞ ഏഷ്യൻ സിംഹങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് മാറ്റുകയാണ്. അങ്ങനെ വാർത്തയിൽ വന്ന ഈ പറഞ്ഞൊരു വന്യജീവി സങ്കേതമാണ് ബർദ വന്യജീവി സങ്കേതം. അപ്പൊ അതുകൂടി അവിടെ മനസ്സിൽ ഇരിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പദ്ധതി പ്രോജക്ട് എലിഫന്റ്. പ്രോജക്ട് എലിഫന്റ് എന്ന് പറയുന്ന പദ്ധതി നിലവിൽ വരുന്നത് എപ്പോഴാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. 1992 അല്ലെ. ഇവിടെ ഈ പറഞ്ഞ എന്താണ് ഏഷ്യൻ ആനകൾ. പ്രോജക്ട് എലിഫന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആനകൾ എന്ന് പറയുന്നത് ഏഷ്യൻ ആനകളാണ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഏഷ്യൻ ആനകൾ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത്, ശ്രീലങ്കയിലും അതുപോലെ തന്നെ സുമാത്ര ദ്വീപിലുമൊക്കെ ഈ പറഞ്ഞ ഏഷ്യൻ ആനകളുണ്ട്. ഏഷ്യൻ സിംഹങ്ങൾ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഏഷ്യൻ ആനകൾ ഇന്ത്യക്ക് പുറമെ ശ്രീലങ്കയിലും സുമാത്രയിലും ഉണ്ട് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഏഷ്യൻ ആനകൾ ഏത് വിഭാഗത്തിലാണ് വരുന്നത്? IUCNന്റെ സ്റ്റാറ്റസ് പ്രകാരം എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരും. ഏഷ്യൻ സിംഹങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരും. കടുവ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരും. എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് കടുവ വരുന്നതെങ്കിൽ സൈറ്റ്സിന്റെ അനുബന്ധം 1 വരും. വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂൾ 1 വരും അല്ലെ. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പ്രോജക്ട് എലിഫന്റ് ഏഷ്യൻ ആനകൾ എന്ന് പറയുന്നത് വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂൾ 1 വരും. വളരെയധികം എന്താണ് സംരക്ഷിക്കപ്പെടേണ്ട ജീവിയാണ്. അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂൾ 1 വരും. IUCNന്റെ സ്റ്റാറ്റസ് നേരത്തെ പറഞ്ഞു, എൻഡാഞ്ചേർഡ് ആണ് സ്റ്റാറ്റസ്. ഏതാണ്? എൻഡാഞ്ചേർഡ് ആണ് അല്ലെ. അതുപോലെ സൈറ്റ്സിന്റെ അനുബന്ധമാണെങ്കിലോ വളരെയധികം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിവർഗമാണ്. അങ്ങനെയാണെങ്കിൽ സൈറ്റ്സിന്റെ അനുബന്ധം 1, പിന്നെ അത് കഴിഞ്ഞിട്ട് വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഷെഡ്യൂൾ 1, IUCNന്റെ സ്റ്റാറ്റസ് എൻഡാഞ്ചേർഡ് ഏഷ്യൻ സിംഹങ്ങൾ. അപ്പോ പ്രോജക്ട് എലിഫന്റ് 1992. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കർണാടകയിലാണ്. എവിടെയാണ്? കർണാടക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. പ്രോജക്ട് സ്നോ ലിയോപാർഡ്.
പ്രോജക്ട് സ്നോ ലിയോപാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമപ്പുലി സ്നോ ലിയോപാഡ് അഥവാ ഹിമപ്പുലി എന്ന് പറയും. അതിന് വേണ്ടിയിട്ടൊരു പദ്ധതി നിലവിൽ വന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് 2009. ഹിമപ്പുലികൾക്ക് പേര് കേട്ട ദേശീയ പാർക്കാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹെമിസ് നാഷണൽ പാർക്ക് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏത് എന്ന് ചോദിച്ചാൽ ഹെമിസ് നാഷണൽ പാർക്കാണ്. ഹെമിസ് നാഷണൽ പാർക്ക് എവിടെയാണ്? ലഡാക്കിലാണ്. അപ്പോ ഈ പറഞ്ഞ പ്രോജക്ട് സ്നോ ലിയോപാഡ് നിലവിൽ വരുന്നത് 2009 ഹിമപ്പുലികളുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു നാഷണൽ പാർക്കാണ് ഹെമിസ് നാഷണൽ പാർക്ക്. എന്നാൽ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ പറഞ്ഞ സ്നോ ലിയോപാഡുകൾക്ക് വേണ്ടിയിട്ട് ഒരു സംരക്ഷണ കേന്ദ്രം യുനെസ്കോ കൂടി മുൻകൈ എടുത്തുകൊണ്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൽ ഉത്തരകാശി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ സ്നോ ലിയോപാഡ് കൺസർവേഷൻ സെന്റർ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിൽ ഉത്തരകാശിയിലാണ്. അതേസമയം സ്നോ ലിയോപാഡിന് പേര് കേട്ട ദേശീയ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ ഹെമിസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ ഹെമിസ് നാഷണൽ പാർക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു മൃഗശാല, നമ്മൾ നേരത്തെ അത് കേട്ടിട്ടുണ്ട്, പത്മജ നായിഡു സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ശീതീകരിച്ച മൃഗശാലയാണ് പത്മജ നായിഡു സുവോളജിക്കൽ പാർക്ക് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെവിടെയാണ്? ഇത് വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിൽ ഡാർജിലിംഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പത്മജ നായിഡു സുവോളജിക്കൽ പാർക്കും ഈ പറഞ്ഞ സ്നോ ലിയോപാഡും തമ്മിലുള്ള ബന്ധം എന്താണ്? അതിൻ്റെ ഒരു ബ്രീഡിംഗ് സെന്റർ ഇവിടെയുണ്ട്. ബ്രീഡിംഗ് സെന്റർ എന്ന് പറഞ്ഞാൽ പുതിയ കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്രീഡിംഗ് സെന്റർ, സ്നോ ലിയോപാഡ് ബ്രീഡിംഗ് സെന്റർ ഏത് മൃഗശാലയിൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ പത്മജ നായിഡു സുവോളജിക്കൽ പാർക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് IUCN സ്റ്റാറ്റസ് എങ്ങനെ? IUCN സ്റ്റാറ്റസിൽ എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിലല്ല സ്നോ ലിയോപാഡ് വരുന്നത്. അത്രത്തോളം വംശനാശം സംഭവിച്ചിട്ടില്ല. വൾണറബിൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. വൾണറബിൾ എന്ന് പറഞ്ഞാൽ എൻഡാഞ്ചേർഡിന് തൊട്ട് താഴെയുള്ള വിഭാഗമാണ് വൾണറബിൾ, ദുർബല സ്പീഷീസ് എന്ന് പറയും. വൾണറബിൾ വിഭാഗത്തിലാണ്. അപ്പോൾ IUCN സ്റ്റാറ്റസ് സ്നോ ലിയോപാഡ് വൾണറബിൾ ആണ്. പക്ഷേ ഈ പറഞ്ഞ സൈറ്റ്സിന്റെ അനുബന്ധത്തിൽ വംശനാശ ഭീഷണി നേരിടുന്നവയാണല്ലോ. അപ്പോൾ സൈറ്റ്സിന്റെ അനുബന്ധം 1. അതുപോലെ വന്യജീവി സംരക്ഷണ നിയമം. വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഷെഡ്യൂൾ 1, അതായത് ഈ പറഞ്ഞ വളരെയധികം ശ്രദ്ധിക്കേണ്ട ജീവി തന്നെയാണ്, വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവിയാണ്. അപ്പോൾ ഈ പറഞ്ഞ IUCN സ്റ്റാറ്റസ് വൾണറബിൾ ആണ്. സൈറ്റ്സ് അനുബന്ധം 1 വരുന്നു. അതുപോലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഈ പറഞ്ഞ ഷെഡ്യൂൾ 1 ഉൾക്കൊള്ളുന്നു ഏത് ജീവി? സ്നോ ലിയോപാഡ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. പ്രോജക്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത് ഒരു പക്ഷിയാണ്. പറക്കുന്ന പക്ഷികളിൽ ഏറ്റവും ഭാരമുള്ള പക്ഷിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്ന പക്ഷി. ഒരിക്കൽ ഈ പറഞ്ഞ സലിം അലി ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് ഈ പക്ഷിയെ പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ പേരിൻ്റെ ഒരു രീതി ഇതൊക്കെ കൊണ്ടാണ് ഈ പറഞ്ഞ ഇന്ത്യ ഗവൺമെന്റ് അന്ന് ആക്കാത്തത്. നമ്മൾ പിന്നീട് മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ പറക്കുന്ന പക്ഷികളിൽ ഏറ്റവും ഭാരമുള്ള പക്ഷിയാണ് ഏത്? ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്ന പക്ഷി. അത് രാജസ്ഥാന്റെ സംസ്ഥാന പക്ഷിയാണ്. നമ്മുടെ സംസ്ഥാന പക്ഷി വേഴാമ്പലാണെങ്കിൽ രാജസ്ഥാന്റെ സംസ്ഥാന പക്ഷിയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്ന ഒരു വലിയ ഈ പറഞ്ഞ പറക്കുന്ന പക്ഷികളിൽ ഏറ്റവും ഭാരമുള്ള പക്ഷി. വളരെയധികം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയാണ്. ലോകത്ത് ആകെ ഈ പറഞ്ഞ എണ്ണി പറക്കിയാൽ 150 പക്ഷികളെ ലോകത്തുള്ളൂ. ഇന്ത്യയിൽ ഒരു 100 എണ്ണം, പിന്നെ ലോകത്ത് എല്ലായിടത്തും കൂടി ഒരു 50 എണ്ണം. ഇന്ത്യയിലാണ് അത് കുറച്ച് കൂടുതലുള്ളത്, ഒരു 100 എണ്ണം. മൊത്തം 150 പക്ഷികളെ ലോകത്തുള്ളൂ. അതുകൂടെ പോയാൽ ഈ പക്ഷിയില്ല. അത് ഏത് വിഭാഗത്തിൽ വരുന്നതെന്ന് ചോദിച്ചാൽ എൻഡാഞ്ചേർഡിന് മുകളിലാണ്. എൻഡാഞ്ചേർഡിന് മുകളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് എന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ രാജസ്ഥാൻ ഗവൺമെന്റ് ആണ് പ്രോജക്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആരംഭിച്ചത്. അത് 2013 അല്ലെ. ദ പ്രോജക്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് രാജസ്ഥാൻ ഗവൺമെന്റ് 2013. IUCN സ്റ്റാറ്റസ് എങ്ങനെ? ഈ പക്ഷിയുടെ IUCN സ്റ്റാറ്റസ് എങ്ങനെ? ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് അല്ലെ. അപ്പൊ സൈറ്റ്സിന്റെ അനുബന്ധം എവിടെ വരും? സൈറ്റ്സിന്റെ അനുബന്ധം 1
അല്ലെ, വളരെയധികം സംരക്ഷിക്കേണ്ട ജീവിയാണല്ലോ. അപ്പോൾ സൈറ്റ്സിന്റെ അനുബന്ധം 1 വരും. വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഷെഡ്യൂളോ വളരെയധികം സംരക്ഷിക്കേണ്ട ജീവിയാണ്. അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമം ഷെഡ്യൂള് 1 വരും. ഏതാണ്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ക്രോക്കോഡൈൽ കൺസർവേഷൻ പ്രോജക്റ്റ്, അതായത് ഈ പറഞ്ഞ ഇന്ത്യൻ മുതലകളുടെ പ്രൊജക്ട്, ഇന്ത്യൻ ക്രോക്കോഡൈൽ കൺസർവേഷൻ പ്രോജക്റ്റ് നിലവിൽ വന്നത് ഏത് കൊല്ലമാണ്? ഒന്ന് പഠിച്ചു വെക്കുക. 1975. ഇന്ത്യൻ ക്രോക്കോഡൈൽ കൺസർവേഷൻ പ്രോജക്റ്റ് വന്നതെന്നാണ് 1975. അപ്പോൾ നമ്മൾ കൺസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പഠിച്ചു വന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിനകത്തും കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് നിന്ന് 5 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ഒരു അറിവ് ഈ പറഞ്ഞ 3 ക്ലാസ്സുകളിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോട്ട് വായിക്കുക. എന്തെങ്കിലുമൊക്കെ ക്ലാസ്സിനകത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നോട്ടിനകത്ത് ഉൾക്കൊള്ളിക്കും. നോട്ടിൻ്റെ കാര്യം അറിയാമല്ലോ. അതിനു വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകം ഇപ്പോൾ ലഭ്യമല്ല. അതിൻ്റെ PDF നിങ്ങൾക്ക് കിട്ടും. അത് വേണമെന്നുള്ളവർ 9400694482 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക. 9400694482 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾ വിളിച്ചാൽ അപ്പോൾ തന്നെ ഈ പറഞ്ഞ PDF നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ അത് നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഇനി ഒരു ഭാഗം കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്, വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ഭാഗം. അത് നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഈ ചാനലിനെ, ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പരിചയപ്പെടുത്തുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.